നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം തിരുലിഖിതം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ആദ്യമായിട്ട് സാലോൻ ടി വിയിൽ അഭിഷേകാഗ്നി പ്രാർത്ഥന കൂടുന്നത് 7 വർഷം മുമ്പാണ്. അന്ന് ഞാൻ ടി വിയിൽ ആദ്യം കാണുന്നത് ഒരു സാക്ഷ്യമാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ചേച്ചി അട്ടപ്പാടിക്ക് പോയ അനുഭവമായിരുന്നു പങ്കുവച്ചിരുന്നത്. അതിങ്ങനെയായിരുന്നു: സാമ്പത്തിക ഭാരത്താൽ ബുദ്ധിമുട്ടിയ ചേച്ചി, ആ ചേച്ചിയുടെ മോൻ പഠിച്ച് ജോലി കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിൽ അവരവരുടെ വീട് വിൽക്കാനായിട്ട് ആഗ്രഹിച്ചാണ് ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ അച്ഛൻ ചേച്ചിക്ക് കൊടുത്ത ഉപദേശം ഇങ്ങനെയായിരുന്നു: നമ്മുടെ അപ്പൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്തിനാ ഈ വീട് വിൽക്കുന്നത്? വേറൊരു വീടും അപ്പന് തരാൻ പറ്റും, ഈ മോന് ജോലിയും കൊടുക്കാൻ പറ്റും, വിശ്വസിക്കുക, കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കാനായിട്ട് സാമ്പത്തിക ഭാരത്താൽ വിഷമിച്ച് നിൽക്കുകയായിരുന്നു, വസ്തു വിൽക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. തമ്പുരാൻ തടസ്സങ്ങൾ അങ്ങ് സൃഷ്ടിച്ച സമയത്താണ് ഞാൻ ഈ സാക്ഷ്യം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഒന്നടങ്കം ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞായറാഴ്ച ദിവസം രാത്രി അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ മുടക്കാതെ കൂടാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ ഈ പ്രാർത്ഥന കൂടാൻ തുടങ്ങി 3-ാമത്തെ മാസത്തിൽ എൻ്റെ മോന് ലണ്ടനിൽ പോകാനുള്ള വിസ കൈ കിട്ടുകയാണ് ചെയ്തത്. കർത്താവ് അത്ഭുതകരമായ തടസ്സങ്ങൾ മാറ്റി. ഇവർ മുടങ്ങാതെ ഓരോ ഞായറാഴ്ച അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇത് ഇപ്പോൾ എവിടെയായിരുന്നാലും ശരി, മോന ജോലി സ്ഥലത്തായാലും ശരി, അഭിഷേകാഗ്നി എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ ഫ്രഷ് ആയതിനു ശേഷം അഭിഷേകാഗ്നി നെറ്റിലിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ഞങ്ങൾ അട്ടപ്പാടി പോയി സാക്ഷ്യം പറയണമെന്ന് കരുതി 2 പ്രാവശ്യം അവധിക്ക് വന്നിട്ടും മോൻ അട്ടപ്പാടി പോകാൻ സാധിച്ചില്ല. ഇത് മനസ്സിന് വിഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇനി ഭരണങ്ങാനത്ത് വരുമ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പിറവത്ത് നമുക്ക് ദൈവം ഈ അവസരം ഒരുക്കി തന്നത്. ഇത്തവണ മോൻ വന്ന് കല്യാണം കഴിച്ചിട്ട് മോൻ പോകാതെ ഇവിടെ നിൽക്കുകയായിരുന്നു, ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ വേണ്ടി ലീവ് കഴിഞ്ഞിട്ട് നിൽക്കുക. അതെ അതെ, ഈ മോനാണ് കുട്ടി. അതെ. ശരി, ഇതിന്റെ പേരെന്താ? മാതുകുട്ടിക്ക് സന്തോഷമാണോ? ഒത്തിരി സന്തോഷമുണ്ട്. ഈ വെക്കേഷൻ വന്നപ്പോൾ 2 ഉദ്ദേശം: ഒന്ന് കല്യാണം കഴിക്കണം, 2 സാക്ഷ്യം പറയണം. കല്യാണം ഓൾറെഡി കഴിഞ്ഞു, ഇനി സാക്ഷ്യം പറയാനുള്ളൊരു അവസരം എവിടെ ദൈവം തരുന്നത് നോക്കിയിരുന്നു. ആ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ ദൈവം ഇവിടെ ഒരു അവസരം തന്നു. അവസരം കഴിഞ്ഞ് ഇനിയിപ്പോൾ മടങ്ങി, ഇനിയിപ്പോൾ സമാധാനമായിട്ട് പോകാം. 2 പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഇവരുടെ കാര്യം ദൈവം പ്രകടമായി ഇടപെട്ട് അങ്ങോട്ട് സഹായിച്ചു. കൈയടിച്ച് മാതപ്പെടുത്താം. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ലക്ഷോപലക്ഷം ആളുകൾ ഉപവസിച്ച് നടന്നൊരു ശുശ്രൂഷയാണത്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. ഈ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവായ യേശുവേ, ഉന്നതമായ അഗ്നി അഭിഷേകം ഇപ്പോൾ നിറയ്ക്കണമേ, അഭിഷേകത്തിന്റെ അഗ്നി അയക്കണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഓ അഗ്നി, അഗ്നി, സ്വർഗത്തിലെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഗ്നി പടരുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. അഗ്നി, അഗ്നി, അഭിഷേകാഗ്നി, ചൊരിയുക ആത്മാവിൻ അഗ്നി. കരങ്ങളടിച്ച് അഗ്നി, അഭിഷേകാഗ്നി, ചൊരിയുക ആത്മാവിൻ അഗ്നി. ഉണർവോടെ യേശുവിൽ വളരാൻ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. സന്തോഷത്തോടെ യേശുവിൽ വളരാൻ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി, അഗ്നി, ഓ അത്ഭുത ശക്തി, അഗ്നി, ചൊരിയുക ആത്മാവിൻ ക്ഷീണിതരെ ഉണർത്തുന്ന അത്ഭുത അഗ്നി. യേശുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, mighty power. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. നന്നായി കൈയടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് നന്നായിട്ട് നനങ്ങി കുടുംബം മുഴുവനും, മാതാപിതാക്കളും മക്കളും ഭവനം മുഴുവനും കർത്താവിനെ ആരാധിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി. ക്ഷീണങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, എതിർപ്പ് മാറട്ടെ, അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പാപാന്തകാരം നീക്കിടുവാൻ, വിശുദ്ധിതൻ വെണ്മയാൽ നിറയാൻ. പാപാന്തകാരം നീക്കിടുവാൻ, വിശുദ്ധിയിൻ വെണ്മയാൽ നിറയാൻ. പരിശുദ്ധാത്മാവേ, വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നിറയ്ക്കുക വരദാനങ്ങൾ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നിറയ്ക്കുക വരദാനങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ, ഇന്നീ കൂട്ടായ്മയിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. യേശുവിൻ ആത്മാവേ. എല്ലാവരും കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു, മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു. കുട്ടികൾ കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു, ബാലികാബാലന്മാർ സ്തുതിക്കുന്നു. നിറയട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, കൃപയുടെ ശക്തി നിറയട്ടെ. ഹല ഹല ഹല, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം. ഓ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന അത്ഭുത സ്പർശനങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. ദൈവമായ കർത്താവിന്റെ സ്പർശനങ്ങൾ മക്കൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, സമാധാനം നിറയട്ടെ, തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറട്ടെ. കടബാധിതര ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ പ്രാർത്ഥന വീണ്ടും നിറയട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വീണ്ടും വിശ്വാസം ലഭിക്കട്ടെ. മദ്യപാനത്തിന് ദുഷ്ടപിശാച് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ഈ ദൈവവചന ദൂത് അനേക ലക്ഷം കുടുംബങ്ങളിൽ തകർച്ചകളെ നീക്കി സന്തോഷം നിറയ്ക്കാൻ
കർത്താവ് സ്വർഗത്തിൽ നിന്ന് കനിഞ്ഞ് നൽകിയിരിക്കുകയാണ്. ആദ്യമായി നമ്മൾ ചിന്തിക്കുന്ന വചനം 2 ദിനവൃത്താന്തം 27:6. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി. നമുക്കെല്ലാവർക്കും ഒന്ന് ഏറ്റു പറയാം, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല വിധത്തിൽ ഉയർച്ചയുണ്ടാകാൻ, നമ്മുടെ ജീവിതം പ്രബലമായി തീരാൻ, നമ്മുടെ ബിസിനസ്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ജോലി, കൃഷി, ഓരോ മേഖലകളും, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മേഖലകളിൽ നാം ഒന്നാമനായി തീരാൻ നമ്മുടെ ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് പാപം ഉപേക്ഷിക്കുക, വിശുദ്ധ ജീവിതത്തിലേക്ക് പിന്തിരിയുക എന്നുള്ളത്. യോദ്ധാം എന്ന രാജാവ് ഈ കാര്യം മനസ്സിലാക്കി. അദ്ദേഹം വലിയ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ദൈവവചനത്തിലെ ഓരോ നിർദ്ദേശങ്ങളെയും സ്വീകരിക്കാൻ മാത്രം ഹൃദയത്തുറവി നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ആ രാജ്യമുണ്ട്, കൊട്ടാരമുണ്ട്, സിംഹാസനമുണ്ട്, വലിയ തിരക്കുണ്ട്, തിക്കുണ്ട്, ഒരുപാട് തിക്കും തിരക്കുണ്ട്. പക്ഷേ ദൈവവചനത്തിലെ ഓരോ ഉപദേശങ്ങളെയും സ്വീകരിക്കാൻ മാത്രമുള്ള ഹൃദയത്തുറവി അദ്ദേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച്, വചനമനുസരിച്ച് ആ ജീവിതം ക്രമപ്പെടുത്തിയത് കൊണ്ട് യോദ്ധാമിന് വളരെ വലിയ ഉയർച്ചയുണ്ടായി. ഇത് വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച കടന്നു വരും, നമ്മുടെ കുടുംബത്തിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ കടന്നു വരും, സമാധാനക്കേട് കടന്നു വരും, പലതരത്തിലുള്ള തകർച്ചകളും ബുദ്ധിമുട്ടുകളും കടന്നു വരും. നാം പാപം ഉപേക്ഷിക്കുമ്പോൾ തകർച്ച നീങ്ങി വലിയ ഉയർച്ച, വലിയ വിജയം നമ്മുടെ ജീവിതങ്ങളിലേക്കുണ്ടാവും. ജെറമിയ പ്രവചനം 5-ാം അധ്യായം 24-25 വാക്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. അവിടുന്ന് യഥാസമയം മഴ പെയ്യിക്കുന്നു, ശരൽക്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നമുക്ക് നൽകുന്നു. വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി. നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. നിങ്ങളുടെ പാപങ്ങൾ ഈ വളർച്ചയെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. ജെറമിയ 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വർഷിക്കുന്നുണ്ട്. സമാധാനം, ആരോഗ്യം, സ്വസ്ഥത, സ്നേഹം, വിശുദ്ധി, ജീവിതത്തിൽ ഉയർച്ച, സാമ്പത്തിക വളർച്ച, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഐശ്വര്യം നമ്മുടെ കർത്താവ് നമുക്ക് വർഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ കൈകൾ വിട്ട്, ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് തന്നിഷ്ടം നടക്കുമ്പോൾ നാം ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങൾ വഴി നമ്മുടെ നന്മയാണ് നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഐശ്വര്യം, ജീവിതത്തിൻ്റെ വളർച്ച, ജീവിതത്തിൻ്റെ നന്മ തകർക്കുന്ന മാരകമായ പ്രതിഭാസമാണ് പാപം എന്നുള്ളത്. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുലിഖിതം, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പ്രിയമക്കളെ, നമ്മുടെ ഭവനത്തിലൂടെ നമ്മുടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ കൃഷിയിടത്തിലൂടെ നമ്മുടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ബിസിനസ് സ്ഥാപനത്തിലൂടെ നമ്മുടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ വ്യാപരിക്കുന്ന ഇടങ്ങളിലൂടെ നമ്മുടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. നിയമാവർത്തനം 23:14,
നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അശുദ്ധമായ എന്തെങ്കിലും കണ്ട് കർത്താവ് നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു സംഗതിയാണ് നാം ചെയ്തു കൂട്ടുന്ന പാപം വഴിയുള്ള അശുദ്ധി. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഉയർച്ച നഷ്ടപ്പെടും, ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കട്ടായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മാരക പ്രതിഭാസമാണ് നാം ചെയ്തു കൂട്ടുന്ന നമ്മുടെ പാപങ്ങൾ. യേശയ്യ 30-ാം അധ്യായം 22 മുതൽ 24 വരെ തിരുലിഖിതങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണം പൂശി വാർപ്പ് വിഗ്രഹങ്ങളെയും ദൂരെ പോകുവിനെന്ന് പറഞ്ഞ് മലിന വസ്തുക്കളെ എന്നതുപോലെ നിങ്ങൾ വലിച്ചെറിയും. അപ്പോൾ അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും, ധാന്യം സമൃദ്ധമായി വിളയും, കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും, നിലമുഴുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലികൊണ്ടും ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കാളകളും കഴുതകളും പോലും എരിവും ഉപ്പും ഒക്കെ പുളിയൊക്കെ ഇട്ട് നല്ല വിധത്തിൽ വൈക്കോലൊക്കെ അടുക്കിയായിട്ട് വെച്ച് വൈക്കോൽ കേക്ക് കഴിക്കുന്ന കാലം വരുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അത്രയും സമൃദ്ധി. വീട്ടിലെ മൃഗങ്ങൾ പോലും കേക്ക് തിന്നുന്ന കാലം, അത്രയും സമൃദ്ധി ഭവനത്തിലുണ്ടാകുമെന്നല്ലേ വചനം പഠിപ്പിക്കുന്നത്. പാപം ഉപേക്ഷിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. വചനം കേൾത്ത് കുമ്പസാരിച്ച് അനുദപിച്ച് പാപമാർഗത്തിൽ വിട പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇന്ന് വരെ നമ്മുടെ നഷ്ടപ്പെട്ട നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ കുമ്പസാരവും അനുതാപവും പാപം ഉപേക്ഷിക്കുന്ന ആ രീതികളും നമ്മളെ സഹായിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഈ ധ്യാനത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നതാണ്. പങ്കെടുക്കാൻ വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ അൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. എന്താ സാധനം? അൻസ്. ലഹരി അല്ലേ? ഹൻസ് അത് സാധനം ഉണ്ടായിരുന്നു. അത് കളയാതെ ഞാനിവിടെ പങ്കെടുത്തു. പ്രാർത്ഥിക്കാൻ പറ്റി, പക്ഷെ മനസ്സ് തുറന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് രാത്രി ചോറുന്നുമ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ ആ ഗേറ്റിൻ്റെ മുമ്പിൽ റോഡിൻ്റെ അപ്പുറം ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റോഡിൻ്റെ അവിടെ തന്നെ ഈ ചീത്ത വസ്തുക്കളെല്ലാം കൂടി എടുത്തങ്ങോട്ട് കളഞ്ഞ് ഈ സാധനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കളഞ്ഞു. ഇന്നലെ ഭാര്യ അപ്പം നന്നായിട്ട് ഒരു ആത്മീയ ഉപദേശം കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് ഇന്ന് പറഞ്ഞു, മനുഷ്യ ഇങ്ങനത്തെ ചീത്ത വസ്തുക്കളായിട്ട് വചനഹോളിൽ കയറരുത് എന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കേട്ട് ഇന്ന് ശരിക്കും വന്ന പാടന്നെ ഞാൻ 3-4 മാസമായി ഈ കണ്ണട ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ തലവേദന ഉണ്ടാവും, തലവേദനയാണ്. അപ്പോൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞ പാടന്നെ എൻ്റെ തലക്ക് എന്തോ ഒരു പേപ്പ്. ഞാൻ അത് ഊരി ഞാൻ പോക്കറ്റിലിട്ടു. ഇത്രയും സമയം എനിക്ക് ഇതിനു മുമ്പ് കിടക്കുമ്പോൾ മാത്രമേ കണ്ണട ഉപയോഗിക്കാതിരിക്കൂ. ഇതിനു മുമ്പ് രാത്രി കിടക്കുമ്പോൾ മാത്രമേ കണ്ണട ഊരി വെക്കൂ. അതേമാതിരി എപ്പോഴും കണ്ണട വെക്കേണ്ട ചേട്ടനായിരുന്നു. എന്നാൽ ഇന്ന് ഹാൻഡ്സ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വചനകളിലേക്ക് കേറിയപ്പോൾ തന്നെ എനിക്ക് 1 മിനിറ്റ് പോലും കണ്ണട വെച്ചില്ലെങ്കിൽ തലവേദനയാണ്. ഇപ്പൊ ഈ കണ്ണട എനിക്ക് വേണ്ട, ഇപ്പൊ വേണ്ട. ഇപ്പൊ രാവിലെ കർത്താവ് സുഖപ്പെടുത്തി. ഞാൻ ഈ കണ്ണട ഇവിടെ ഏൽപ്പിക്കുവാണ്. എനിക്ക് ഇനി ഇത് ഉപയോഗിക്കണ്ട. ഇനി ഇത് വേണ്ട. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടോക്കോ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായം 24-ഉം 25-ഉം തിരുലിഖിതങ്ങൾ. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുകിളി, കമ്പിളിപ്പുഴു, പച്ചക്കുതിര എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും.
ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിങ്കലേക്ക് ഹൃദയം തിരിക്കുകയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുകയും അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തെയും ഉപേക്ഷിച്ച് നേരായ മാർഗത്തിലേക്ക് പിന്തിരിയുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതം പ്രബലമാകും, ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകും, ജോലി ചെയ്യുന്നത് ഉയർച്ചയുണ്ടാകും, ശരീരത്തിൽ രോഗങ്ങൾ തന്നെ ഒഴിഞ്ഞു പോകും, കുടുംബത്തിലെ സമാധാനക്കേട് തന്നെ വിട്ടുപോകും, വലിയ ഉയർച്ചയുണ്ടാകും. എന്നാൽ മനഃപൂർവ്വം പാപത്തെ സൂക്ഷിച്ചാലോ? ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ചതുപ്പ് നിലത്ത് ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ? തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ അവ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നു. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ തിന്മയുടെ വഴിയിൽ കുറേ സമ്പത്തുണ്ടാകും. നുണ പറഞ്ഞോ, തട്ടിപ്പ് കാണിച്ചോ, എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചോ, ദൈവവചനം ലംഘിച്ചോ നടക്കുമ്പോൾ വലിയ ഉയർച്ചയും സമ്പത്തും വരുന്നത് പോലെ തോന്നും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാറപ്പുറത്ത് വളച്ച പുല്ല് പോലെ അത് വേഗത്തിൽ ഉണങ്ങിപ്പോവുകയും നീക്ക് ബാക്കി എന്തെങ്കിലും എടുക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ലാതെ കടബാധ്യതയും രോഗവും ദുഃഖവും ഭാരവും വന്ന് ജീവിത നിരാശയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരവസ്ഥ വരാതിരിക്കാൻ ദൈവം തൻ്റെ വചനം അയച്ച് ഓരോ മകനെയും മകളെയും വിളിക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവീൻ. ദൈവത്തെ മറക്കുന്നവരുടെ പാതകളെ നിങ്ങൾ ഓർക്കുവീൻ. ഈ നിമിഷം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൾ കൂപ്പി പിടിച്ച് നമുക്കൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ യേശുവേ പരിശുദ്ധാത്മാവിനെ അയച്ച് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് ഗൃഹേ വാണിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് കർത്താവേ ഗൃഹേ വാണിടുവിൻ. എന്നെ സഹായിക്കണമേ. ഇരുജീവൻ നേടിടുവിൻ. സമയം സമാഗതമാ സകലരുമനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ രക്ഷിതാവേ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു.
രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി എല്ലാ മക്കളും ഇപ്പോൾ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അനുതാപിയെ വിളിക്കുന്ന കർത്താവേ, ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ. Come, Lord Jesus.